ഹലോ ഫ്രണ്ട്സ്, ലദ്ദൂസ് ഹൗസിൻ്റെ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം അല്ലേ അമ്മ, കുറേ നാളെ നമ്മൾ വീഡിയോ എടുത്തിട്ട്, അപ്പോൾ അത്രയും ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇടും. ഇപ്പം നമ്മൾ റെഡി ആയിട്ടേക്ക് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെ അമ്മ പോകുന്നത്? നമ്മുടെ പുതിയ വീട്ടിലോട്ട്. പുതിയ വീടല്ല, വീടിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു വീട് വാങ്ങിച്ചു. അപ്പം വീടിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം അതിൻ്റെ കാഴ്ചകൾ വീട് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഒക്കെ പുറമെ ഇരുന്നതായി കാണാം. കുക്കുബേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹായ് പറ, ഹായ് പറ. നമ്മുടെ കാർ കൊണ്ട് അക്കരയിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം കാർ ലക്ഷ്യമാക്കി നീങ്ങുക. കനാലിലൊക്കെ നല്ല വെള്ളം കുറച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫോഴ്സിൽ പൊഴുകുന്ന കാണാമായിരുന്നേ. പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലാണ്, പുതിയ വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിനകത്തോട്ട് കാർ കയറ്റുന്നില്ല. ഇപ്പം അവിടെ കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാറ് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് കാർ ഒതുക്കിയിട്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച നമ്മുടെ വീട്. നമ്മൾ കുറച്ച് പണികളായിട്ട് നമ്മൾ തന്നെ തീർത്ത് വരികയാണ്. വേറെ ആരെയും നിർത്തുന്നില്ല പുറത്തുനിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സമയം എടുക്കുന്നുണ്ട്. എത്ര സൗണ്ട്? ഞാൻ അടക്കം പറയാമെന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഞാൻ ഉറക്കെ സംസാരിക്കണം. അമ്മ മാത്രമല്ല, 1-2 സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഉറക്കെ സംസാരിക്കണം, ഭയങ്കര പതിയിരുന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് അച്ചടക്കമുള്ള ഒരു ഇതായിട്ട് വളർന്നു വന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ചിലരൊക്കെ പറയത്തില്ല, നമുക്ക് വീട് വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കടം വരുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതും വീട് വെക്കുമ്പോൾ. കറക്റ്റാണ്. നമ്മൾ ഈ വീട് വാങ്ങിയതിന് ശേഷം നമുക്ക് നന്നായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയുടെ നല്ല ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പണിക്കാരെയൊന്നും വെക്കാണ്ട് നമ്മൾ വീട്ടിലുള്ളവരെല്ലാം നമ്മൾ ബംഗാളികളായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്നെ ഒരു മാലാഖ വന്ന് എന്നെ രക്ഷിച്ച് എനിക്ക് അനുഗ്രഹം തന്നു. അപ്പോൾ അതെന്തെന്ന് ഞാൻ വഴിയെ പറയാം. ബാഹുബലി. ബംഗാളിരുന്ന് ചൊറിയുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ കിണറെടുത്തപ്പോഴത്തേന് കുറച്ച് മണ്ണധികം വന്നു. സോ നമ്മളിതിപ്പോൾ നമ്മൾ വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വേലിക്കൊന്ന് വിലക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെയും കുക്കുൻ്റെയും പണി ഇവിടെ വന്ന ഇപ്പം ഇതാണ്. തീറ്റി 24 മണിക്കൂറും തിന്നാൻ ഉറങ്ങും. ഇത് തന്നെ അവർ നട്ട് കിടന്ന് കഷ്ടപ്പെടും, ഞങ്ങളകത്തിരുന്ന് തിന്നും. പിന്നെ ഇവർ ഉച്ചവരെ കഷ്ടപ്പെടുള്ളൂ കേട്ടോ. ഉച്ച കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും. അതുകൊണ്ട് എൻ്റെ മാമൻ്റെ മോൻ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല പോലും. മറ്റേ ഷിങ്സുൻ്റെയൊക്കെ തലയൊക്കെ ഗ്രൂമിങ് ചെയ്ത് കണക്ക് മുട്ടയൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. ഞങ്ങളെപ്പോൾ ഇവിടെ വർക്കിന് വന്നാലും നല്ല മഴ വരും കണ്ടോ. ഓരോ പണിയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കിണറിൻ്റെ പണി നമ്മൾ അത്യാവശ്യം തീർത്തിട്ടുണ്ട്. കിണറ്റിൽ വെള്ളം ഞാൻ കാണിച്ചു തരാവേ. നല്ല വെള്ളമുണ്ട് കേട്ടോ. നമ്മളൊരു വാഴത്തോട്ടത്തിനിടയിലാണ് നമ്മൾ. വാഴത്തോട്ടും റബ്ബറും തോട്ടും. ഞാൻ പറഞ്ഞ കണക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ. അപ്പോൾ എല്ലാവരും പണിയൊക്കെ നടത്തി കയറി. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വിശന്നു. ഞാൻ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനും കുക്കും കഴിക്കാൻ. ഞങ്ങൾക്കാണ് പണിതത് അവരാണെങ്കിലും ഞങ്ങളുടെ എനർജി കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ നല്ല കഴിച്ച് അതിനുശേഷം നല്ലൊരു ഉറക്കവും പാസ്സാക്കിയതിന് ശേഷം ഞങ്ങൾ എണീറ്റ് വയ്ക്കപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതായി അവരൊരു കൊലയും വെട്ടി. നമുക്ക് ഒരുപാട് വാഴയുണ്ട് കേട്ടോ ഇതിനകത്ത്, നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ. അപ്പം ഇന്ന് ഈ കൊല വെട്ടി. അപ്പം ഇതൊന്ന് കടയിൽ കൊടുക്കണം. ഇങ്ങോട്ട് വന്നിട്ട് എന്നിട്ട് ജോലി ചെയ്യാൻ നേരത്തും നല്ലൊരു കാറ്റും വന്നു, നല്ലൊരു മഴയും വന്നു. അതൊന്നുമല്ല ഗൈസ്, നമ്മളിപ്പോൾ ഉറക്കം എണീറ്റതേ ഉള്ളൂ. ഉറക്കം എണീറ്റ് ഞങ്ങളൊരു മാങ്ങയൊക്കെ തിന്നിട്ടിരിക്കുക. അതിൻ്റെയാണ് വായിലൊക്കെ ഇരിക്കുന്ന മാങ്ങ. സോ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്കെല്ലാം അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിൽ പോകാണ് കേട്ടോ. അപ്പം നല്ല മഴ. അപ്പം നമുക്ക് നല്ല ചൂട് ചായയും പരിപ്പോടെയും കഴിച്ചാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പത്തനാപുരം ടൗണിലോട്ട് വിട്ടിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് നല്ല ആക്സസ് ഉണ്ട് പത്തനാപുരത്ത് നിന്ന്. ഇപ്പം ഇനിയിപ്പോൾ എല്ലാം അടുത്തായിരിക്കും. നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലം അങ്ങനെ ആയിരുന്നില്ല. കുറച്ചധികം ദൂരം, ഒരു 10-20 മിനിറ്റൊക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് വരേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതില്ല പൈസ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഓപ്പോസിറ്റ് ഒരു അമ്പലം കണ്ടു കേട്ടോ. ഇനിയിപ്പോൾ ഈ അമ്പലമായിരിക്കും ഞങ്ങൾ വരാൻ പോകുന്നത്. ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമായിരുന്നു. ഇനിയിപ്പം നമ്മുടെ സ്ഥിരം അമ്പലം ഇതായിരിക്കും. ആ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കണമല്ലോ. പിന്നെ ഞാൻ വീഡിയോസ് എടുത്ത് മടുത്തുകൊണ്ട് ഇപ്പം കുഞ്ചു ഫോൺ അങ്ങ് കൈക്കലാക്കി. കുഞ്ചു ഇപ്പം എൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു തീറ്റയൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് കുറേ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ.